ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. കാന്താരി മുളക് എന്ന പേരുള്ള ഒരു ഡിബേറ്റ് ടാസ്കിന്റെ ബാക്കിയുള്ള റൗണ്ടുകളാണ് ഇപ്പൊ നടന്നത് ലൈവില്. ശുചിത്വം സാഹചര്യത്തെ അനുസരിച്ചിരിക്കുമെന്ന് രേണുസുധിയും ശുചിത്വവും സാഹചര്യവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് ബിൻസിയും വാദിക്കണം. അതായിരുന്നു ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരുന്നത്. നല്ല കിടിലിനൊരു ടോപ്പിക്കാണ് ബിഗ് ബോസ് കൊടുത്തത് കേട്ടോ. അതും കൊടുത്തത് നല്ല പറ്റിയ രണ്ട് ടീമുകൾക്കുമാണ്. ഈ ടാസ്കിൽ രേണുസുധി ഇത്തിരി എന്നല്ല നല്ലപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്തതായിട്ട് തോന്നി. പ്രത്യേകിച്ചും ഒരു കാര്യം പറഞ്ഞത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വെള്ളമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇത്തിരി നമ്മൾ കുളിക്കാതിരിക്കണം എന്നുള്ളത് ഒരു സർവൈവലിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ രേണുസുധി പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അത് ടോപ്പിക്കിന് അനുയോജ്യമായിരുന്നു. സാഹചര്യവും ഹൈജീനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് അവിടെ തന്നെ പ്രൂവ് ആയി. നിരാശാജനകമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് അനീഷ് പറഞ്ഞു. പക്ഷെ ഒരാളെ ചൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് രേണുവിന് 150 പോയിന്റ്സ് ലഭിച്ചു. ഇത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു നിന്ന് ഡിബേറ്റ് ചെയ്തത് അനുമോൾ അതേപോലെ തന്നെ റെന ഫാത്തിമ എന്നിവരാണ്. ഏജും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമില്ല എന്ന് റെന ഫാത്തിമയും അതേപോലെ തന്നെ ഏജും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അനുമോളും വാദിക്കണമായിരുന്നു. അതാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടോപ്പിക്ക്. രണ്ടുപേർക്കും സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും തന്നെ ഇല്ലായിരുന്നു. നീ പറ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു രണ്ടുപേരും. ഈ ഒരു ഡിബേറ്റില് അനുമോള് വാലിഡ് പോയിന്റ്സ് പറഞ്ഞിരുന്നുവെങ്കിലും സമയം മുഴുവനും വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. റെനയാണ് ആ ഒരു കാര്യത്തിൽ നല്ലപോലെ ചെയ്തതെന്ന് തോന്നി. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്തിനുള്ളിൽ പറഞ്ഞങ്ങ് തീർത്തു. അവിടെയും അനുമോള് ചോദിച്ച ഒരു വാലിഡ് ഒരു ചോദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അച്ഛനെ കയറി നീ എടാ എന്ന് വിളിക്കുമോന്ന്. ആ ഒരു ഒറ്റ ചോദ്യത്തിൽ തന്നെ സത്യം പറഞ്ഞ റെനയുടെ ഗ്യാസ് ഫുൾ തീർന്നതാണ്. ഇതിൽ തന്നെയുണ്ട് ഇവരുടെ രണ്ടുപേരുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു പ്രതിഫലനം ഉണ്ട് ഈ രണ്ട് കാര്യത്തിലും. അച്ഛനെ എടാ എന്ന് വിളിച്ചാൽ പോടാ എന്ന് വിളിക്കാൻ റൈറ്റ്സ് ഉണ്ട് നമുക്ക് എന്ന് റെന ഫാത്തിമ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ റെനയ്ക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. മലയാളി പ്രേക്ഷകർ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇവര് രണ്ടുപേരും തന്നെ വളർന്നു വന്ന ഒരു സാഹചര്യങ്ങള്, കിട്ടിയ മൂല്യങ്ങള്, ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് തന്നെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ റെന ഇവിടെ അങ്ങനെ പറയുന്നതിലൂടെ കാണിച്ചത് ആ ഒരു വാല്യൂസ് ആണ്. വളർന്നു വന്നപ്പോൾ കിട്ടിയ വാല്യൂസും കാര്യങ്ങളും ഒക്കെയാണ്. റെനയ്ക്കാണ് ഈ ഒരു റൗണ്ടിൽ 150 പോയിന്റുകൾ ലഭിച്ചത്. അത് ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു റീസൺ ആണ്. അതിന് കാരണം സമയം കറക്റ്റായിട്ട് വിനിയോഗിച്ചു എന്നുള്ളൊരു കാര്യം. ഇത് കഴിഞ്ഞ് അപ്പാനിഷത്തും ഷാനവാസും ഡിബേറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു ടോപ്പിക്കാണ് ബിഗ് ബോസ് കൊടുത്തത്. ഈ ഒരു ടാസ്കില് ഈ ഒരു റൗണ്ടില് ഇവർ രണ്ടുപേരും തന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല എന്ന് തോന്നുന്നു. ഷാനവാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും എന്റെ എത്തിക്സിന് നിരക്കാത്ത പലതും എന്റെ സുഹൃത്ത് ശരത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നെ എന്റെ സുഹൃത്ത് വഞ്ചിച്ചു, എന്നെ എന്റെ സുഹൃത്ത് ചതിച്ചു. ഇതൊക്കെയാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ട് നിന്നത്. ശരത്ത് എന്താണ് പറഞ്ഞതെന്ന് ശരത്തിന് പോലും അറിയുന്നുണ്ടാവില്ല. ഒന്നും ഈ ഒരു കാര്യത്തെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെയാണ് രണ്ടുപേരും പറഞ്ഞത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ചിന്തിക്കാൻ പോലും ഒരു സമയം ബിഗ് ബോസ് കൊടുത്തില്ല. പക്ഷെ ശരത്താണ് ഈ ഒരു റൗണ്ടിൽ വിജയിച്ചത്. അനീഷ് ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഈ ടാസ്കിനെ നശിപ്പിച്ചു എന്ന്, കൊളമാക്കി എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പണിപ്പുരയിൽ പോകുന്ന ഒരാളെ സെലക്ട് ചെയ്യണമായിരുന്നു. ഒനിൽ സാബുവിനെയാണ് ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി സെലക്ട് ചെയ്തത്. 250 പോയിന്റുകളുടെ ഒരൊറ്റ ടാസ്കും കൂടി ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ് പണിപ്പുരയിൽ പ്രവേശിക്കാമായിരിക്കും. ഇതൊക്കെയായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റ്സ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.